ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ടത് ഒരു ചാർജിങ് സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപ ലാഭിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര ലാഭം ഉണ്ടെന്നുള്ള. അപ്പോൾ ആ കണക്കിലേക്ക് നമ്മൾ വരുന്നത് 10-15 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന സെയിം എഫക്റ്റിൽ വരുന്ന 30 കിലോ വാട്ട് സീമെൻസിന്റെ ചാർജറാണ് ഇവിടെ നമുക്ക് സബ്സിഡിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 6 ലക്ഷം കോസ്റ്റിന് വരുന്നത്. വേറെ 1-2 കമ്പനികളെല്ലാം ഈ പറഞ്ഞ പോലെ 12 ലക്ഷത്തിനും 13 ലക്ഷത്തിനും പറയുന്ന ചാർജർ ഏതാണെന്ന് പോലും അവർ പറയുന്നില്ല. അതിനുശേഷം ഞാൻ മാസ്റ്റേഴ്സ് PG ഡിപ്ലോമ ചെയ്ത ഇലക്ട്രിക് വെഹിക്കിൾസിലായിരുന്നു IIT ബോംബെയിൽ നിന്ന്. IIT ബോംബെ. ഈ ഇലക്ട്രിക് വെഹിക്കിൾസിനെ പറ്റി പഠിച്ചിട്ടുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സത്യം പറഞ്ഞു. സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും ഞാൻ പറയും 30 കിലോ 60 കിലോ വാട്ട് അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗോ ഫോർ 120 കിലോ വാട്ട്. ഐ പ്രൊവൈഡ് മെറ്റീരിയൽ വൈസ് ബിൽസ്. അതായത് ഒരു പാനൽ ബോർഡ് ആണെങ്കിൽ ആ പാനൽ ബോർഡിന്റെ അകത്തിരിക്കുന്ന യൂസ് ചെയ്ത മെറ്റീരിയൽ വൈസ് ആയിരിക്കും. ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ അല്ല ഞാൻ കാണിക്കുന്നത്. അത് ഓരോ സ്ഥലത്ത് എത്ര എർത്തിങ് വരുന്നുണ്ട്, എത്ര വയറിംഗ് വരുന്നുണ്ട്, ഏത് വയറിംഗ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്, അത് അങ്ങനെയാണ് പറയാറുള്ളത്. ഞാൻ നോക്കുന്നത് പ്രൈസ് കുറച്ച് ചെയ്യുക എന്നുള്ളതല്ല, ഇൻവെസ്റ്ററിന്റെ ഇൻവെസ്റ്റ്മെന്റ് 10 കൊല്ലം കൊണ്ട് മാക്സിമം റിട്ടേൺസിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ആദ്യം സീമെൻസ് 2 years of വാറണ്ടി എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഇതിന്റെ മുകളിൽ പല കസ്റ്റമൈസേഷൻ ചെയ്യുന്ന നേരത്തെ ചാർജറിന്റെ ഓവറോൾ റിലയബിലിറ്റി കൂടുന്ന പോലെ അവർക്കും തോന്നി. അതുകൊണ്ട് എൻ്റെ എല്ലാ ചാർജിങ് സ്റ്റേഷൻ, ഈവൻ ഫോർ ദ പ്രീവിയസ് ചാർജിങ് സ്റ്റേഷൻസ് ഓൾസോ, നമ്മുടെ മഞ്ചേരിയിലെ ചാർജിങ് സ്റ്റേഷന് വരെ 3 years of വാറണ്ടി കിട്ടി. പല കമ്പനീസും ഇൻസ്റ്റലേഷന്റെ മുകളിൽ 1.5 lakh 2 lakh അങ്ങനെയാണ് പറയുന്നത്. അത് ഇവിടെ ഒരു മെറ്റീരിയൽ വൈസ് സ്പ്ലിറ്റപ്പോ കാര്യങ്ങളോ ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ ഒരു കേസിൽ 30,000 രൂപയുടെ അടിയിലാണ് ഇലക്ട്രിക്കൽ വയറിങ്ങിന് വേണ്ടി വന്നത്. പാനൽ ബോർഡും ശരിക്കും നോക്കാൻ നേരത്ത് പല സ്ഥലത്തും ബിൽഡിങ്ങിന് യൂസ് ചെയ്യുന്ന സെയിം പാനൽ ബോർഡാണ് ആൾക്കാർ ചെയ്യുന്നത്. ഞാൻ തന്നെ സ്വന്തമായിട്ട് പാനൽ ബോർഡ് ഡിസൈൻ ചെയ്തു സ്പെസിഫിക് ആയിട്ട് EV ചാർജിങ്ങിന് വേണ്ടിയിട്ട്. സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പ്രൈസ് അതിൻ്റെ മുകളിലും കുറഞ്ഞു. നിലവിൽ 13 ചാർജിങ് സ്റ്റേഷൻ കേരളത്തിലായി 2.5 മാസം കൊണ്ട്. എന്റെ അറിവിൽ ദാറ്റ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് ഇൻ കേരള. ഗോവിന്ദിന്റെ കീഴിൽ കൺസൾട്ടിംഗ് പ്രോജക്റ്റ് തന്നെ 13 തന്നെ കേരളത്തിലെ മൊത്തത്തിൽ 4 എണ്ണത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാം ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു 7 മുതൽ 8 ലക്ഷം രൂപയ്ക്ക് അഫോർഡബിൾ ആയിട്ട് ചാർജിങ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് നമുക്ക് ഭയങ്കര റെസ്പോൺസാണ് കിട്ടിയത്. ഒരുപാട് പേര് ചാർജിങ് സ്റ്റേഷൻ വെക്കുന്നതിനെ കുറിച്ച് അന്വേഷിച്ച് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ആളുകളെ പറ്റിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഒരുപാട് അമിത ലാഭം കൊള്ളയടിക്കുന്ന കുറേ കമ്പനികളിലുള്ളവരുടെ ഉറക്കമൊക്കെ നമ്മൾ കെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് പബ്ലിസിറ്റി സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ നടന്നു. നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ കൊള്ളൂല, വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ മുകേഷ് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ അത് ഒത്തില്ല. മാക്സിമം അവർ ശ്രമിച്ചെങ്കിലും അത് ഏറ്റില്ല സംഭവം. അതിനുശേഷം വേറൊരു പ്രമുഖ ചാർജിങ് സ്റ്റേഷൻ നടത്തുന്ന കമ്പനി, അവര് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു വെഹിക്കിൾ കോണ്ടന്റ് ക്രിയേറ്റർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. പുള്ളിയെ ചാനലിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ചൈനീസ് മെഷീനുകൾ റീബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നവരല്ല, അല്ലെങ്കിൽ ഞങ്ങൾ EV കൺസൾട്ടൻ്റ് ആയിട്ട് ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാരല്ല എന്നുള്ളൊക്കെ രീതിയിൽ നമ്മളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിനെയും നമ്മുടെ വീഡിയോയിൽ വന്നവരെയും ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഉണ്ടാക്കുന്ന അമിത ലാഭത്തിൽ നമ്മൾ എന്തോരം ഒരു ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാമല്ലോ. അതായത് ഒരു ചാർജിങ് സ്റ്റേഷൻ നമുക്കൊരു 10 ലക്ഷത്തിൽ താഴെ അല്ലെങ്കിൽ 8 ലക്ഷത്തിലൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പല കമ്പനികളും 12 ലക്ഷവും 15 ലക്ഷവും ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി കസ്റ്റമറുടെ പൈസയാണ് പോകുന്നത്, അവർ അമിതമായ ലാഭം എടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ കാരണം ഇതിന് ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി. അതുകൊണ്ടാണല്ലോ നമ്മളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള വീഡിയോസ് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് കരുനാഗപ്പള്ളിയിലാണ്. ഇവിടെ ഒരു ഡോക്ടർ സുഫിയാൻ നമ്മുടെ EV ക്ലബ്ബ് ഗ്രൂപ്പിലെ മെമ്പറാണ്. പുള്ളിയുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ചാർജിങ് സ്റ്റേഷനിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ എന്ത് കോസ്റ്റായി, അതുപോലെ തന്നെ ഡെയിലി നമുക്ക് ഈ പറയുന്ന പോലെ എത്ര വണ്ടികൾ വരുന്നുണ്ട്, എക്സ്പെക്റ്റഡ് റവന്യൂ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഗോവിന്ദ്, അവരുടെ ഇൻപുട്ട് കാര്യങ്ങൾ, ഫീഡ്ബാക്ക് എല്ലാം നമുക്ക് എടുക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ ചാർജിങ് സ്റ്റേഷൻ്റെ ഓണറായിട്ടുള്ള ഡോക്ടർ സുഫിയാൻ. ബാക്കി കാര്യങ്ങളെല്ലാം പുള്ളി തന്നെ പറഞ്ഞുതരും. ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് സ്പെഷ്യലൈസേഷനാണ്? ഞാൻ ENTയിൽ ഓഡിയോളജി സ്പെഷ്യലൈസേഷനാണ് കൂടുതലും. കേൾവിയുടെ പരിശോധന, പിന്നെ അതുപോലെ ഹിയറിംഗ് എയ്ഡ്, കേൾവിക്കുറവിന് വെക്കുന്ന മെഷീൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോക്ടറായിട്ടുള്ള ആൾ എങ്ങനെയാണ് ഒരു ചാർജിങ് സ്റ്റേഷൻ്റെ ബിസിനസ്സിലോട്ട് വന്നു വീണെന്ന് നമ്മൾ പറയാം? അത് എനിക്കൊരു ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കണം എന്നുള്ളൊരാഗ്രഹം ഇലക്ട്രിക് വെഹിക്കിൾ ഇറങ്ങിയ സമയത്തോട്ടുണ്ടായിരുന്നു. അന്നേരം ആദ്യമായിട്ട് ഒരു വണ്ടി മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അതായത് ടാറ്റയുടെ നെക്സോൺ പ്രൈം എന്ന് പറഞ്ഞൊരു മോഡൽ മാത്രമേ 2021 സമയത്ത് മാർക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ വണ്ടി ഇങ്ങനെ വാച്ച് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട്. പക്ഷേ ഒരിക്കലും എനിക്കത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ ഒരു ഹിൽ ഏരിയയിൽ പോയി എൻ്റെ കൂടെ വന്ന എക്സിക്യൂട്ടീവ്
വണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ലൊരു സ്പോർട്ട് മോഡിലേക്ക് ഇട്ടിട്ട് ആ ഹിൽ ഏരിയയിൽ പോകാനുള്ള ഒരു അവസരം തന്നു. അപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ഒരു പെർഫോമൻസ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ യാത്രാസുഖം, മോറോവർ അതിൻ്റെ വണ്ടിയുടെ യാത്രാസുഖം നല്ല രീതിയിൽ യാത്രാസുഖമുണ്ട്, ശബ്ദമൊന്നുമില്ല. പിന്നെ അതുപോലെ ടാറ്റയുടെ വണ്ടിയിൽ വെച്ചിരിക്കുന്ന ഹർമൻ സിസ്റ്റത്തിൻ്റെ മ്യൂസിക് ക്വാളിറ്റി, എനിക്ക് ഞാൻ കുറച്ചുകൂടെ മ്യൂസിക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അന്നേരം അതിൻ്റെ ഒരു ക്വാളിറ്റി ഇത് എനിക്ക് ആ ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് എനിക്ക് എൻ്റെ അനുഭവത്തിൻ്റെ പെട്ടെന്ന് തന്നെ ഞാൻ വണ്ടി ബുക്ക് ചെയ്യുക ചെയ്തത്. അങ്ങനെയാണ് ഞാൻ 2021 നവംബറിൽ വണ്ടി എടുത്തു. വണ്ടി എടുത്ത ഉടൻ തന്നെ ഞാനത് സോളാർ ഫിക്സ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായി. അന്നേരം സോളാർ ഫിക്സ് ചെയ്തു. സോളാർ ഫിക്സ് ചെയ്തതിന് ശേഷം ആണ് എനിക്ക് ഒരു പിന്നെ ഇതുപോലെ ആ സമയത്ത് ഒരു 6 ചാർജിങ് സ്റ്റേഷനേ കേരളത്തിലുള്ളൂ. KSEBയുടെ തിരുവനന്തപുരം, കൊല്ലം അങ്ങനെയുള്ള ഒരു 6 ചാർജിങ് സ്റ്റേഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇലക്ട്രിഫൈ എന്ന് പറയുന്ന ഒറ്റ ആപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ഞാൻ ഇതുപോലെ ലോങ് പോകുന്ന സമയത്തൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അന്നേരം ഇനി EVയിൽ എടുക്കുന്നവർക്ക് EV കൂടി വരട്ടെ, അന്നേരം EV എടുക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. അങ്ങനെ എനിക്കൊരു കുറച്ചുകൂടി എനിക്ക് ടെക്നിക്കലി കുറേ ഒത്തിരി ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അന്നേരം ഒരു EVയുടെ ചാർജിങ് സ്റ്റേഷനും കൂടെ ചെയ്താൽ കൊള്ളാം. അങ്ങനെ ഞാൻ 1-2 വർഷമായിട്ട് ഞാൻ ഇതിന്റെ പുറകിലാണ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇതിനകത്തോട്ട് വന്ന് കയറുന്നത്. അങ്ങനെയാണ് ഇതിലേക്ക്. നമ്മളെ പോലെ തന്നെ ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇലക്ട്രിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ചാർജിങ് റിലേറ്റഡ് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇത് ഒരേ സമയം മറ്റുള്ളവർക്ക് ഒരു സഹായമാണ്, അതേസമയം നമുക്കൊരു ബിസിനസ്സുമാണ്. ഇനി ഇപ്പൊ ഇതൊരു 30 കിലോവാട്ട് മെഷീൻ അല്ലേ? ഇപ്പൊ എന്തുകൊണ്ടാണ് 30 കിലോവാട്ട്? കാരണം ഇപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇപ്പൊ മഹീന്ദ്രയുടെ വണ്ടി വന്നു 175 കിലോവാട്ട്, 200, 250 ഇങ്ങനെയൊക്കെ പലതും വരാണ്ട്. എന്തുകൊണ്ടാണ് 30 കിലോവാട്ട്? ബഡ്ജറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് എങ്ങനെയാണ് 30 കിലോവാട്ട് എന്ന് പറയുന്നത്? ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഈ 1-2 വർഷമായിട്ട് ഞാനൊരു ചാർജിങ് സ്റ്റേഷൻ വെക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പല കമ്പനിയെ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം മിക്കവാറും കമ്പനികളെല്ലാം തന്നിട്ടുള്ള കൊട്ടേഷൻ എന്ന് വെച്ചാൽ ഒരു 30 കിലോവാട്ട് മെഷീൻ വെക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 12 ലക്ഷം രൂപ, 13 ലക്ഷം രൂപയുടെ കൊട്ടേഷൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇൻക്ലൂഡിങ് ട്രാൻസ്ഫോമർ ആണോ? ഇൻക്ലൂഡിങ് ട്രാൻസ്ഫോമർ അല്ല. ട്രാൻസ്ഫോമറിന്റെ ക്യാഷ് അവർ അഡീഷണൽ അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. ഇറ്റ് മേ വേരി ഫ്രം 5 lakhs to 6 lakhs. ട്രാൻസ്ഫോമർ ഇല്ലാതെ തന്നെ 12 ലക്ഷം രൂപ, 13 ലക്ഷം രൂപ കൊട്ടേഷനാണ് എനിക്ക് തന്നിട്ടുള്ളത്. അന്നേരം ആ രീതി അത് മാത്രമല്ല, ഞാൻ 30 കിലോവാട്ട് അല്ലാതെ ഒരു 80 കിലോവാട്ട് 60 കിലോവാട്ടും കൂടെ നോക്കിയാൽ 60 കിലോവാട്ട് ആകുമ്പോഴത്തേക്ക് അത് ഏകദേശം ഒരു 25 ലക്ഷം രൂപ വരെ പോകുന്നുണ്ട്. ട്രാൻസ്ഫോമർ അടക്കം നമുക്ക് നല്ലൊരു എമൗണ്ടിലേക്ക് പോകുന്നുണ്ട്. അന്നേരം നമുക്കൊരു 60 കിലോവാട്ട് അത്രയൊരു നമുക്കൊരു വർക്കൗട്ട് ആകത്തില്ല. വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചിലവാക്കുന്ന കാശിനൊരു മൂല്യം ഉണ്ടാകത്തില്ല. ഇൻവെസ്റ്റ്മെന്റ് 60 കിലോവാട്ടിന് ഇത്രയും പൈസ 25 ലക്ഷം മുടക്കി തന്നെ ഇത് ഏത് കാലത്ത് തിരിച്ചു കിട്ടുമെന്നുള്ളത്. അപ്പൊ തീർച്ചയായും ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഇതുപോലുള്ള ചാർജിങ് സ്റ്റേഷൻ വെക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും പറയുന്ന പോലെ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടാവും. അങ്ങനെയാണ് 30 കിലോവാട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു വണ്ടി ഇടാനുള്ള ഒരു സ്പേസ് തന്നെ ഇവിടെ നമുക്ക് ഏകദേശം ഞാനൊരു വണ്ടി ഇടാനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അന്നേരം 30 കിലോവാട്ട് മതി എന്നുള്ളൊരു പ്ലാനിലാണ് ചെയ്തത്. കാരണം അത്രയും ഇത് തന്നെ പ്രശ്നം. കാരണം ഇത്രയും ബഡ്ജറ്റ് ഒരു 25 lakhs മുകളിലെടുത്ത് എനിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല. കാരണം ഇത്രയും ഇതുള്ളത് കൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറേ വർഷം എടുക്കും ഇതിൻ്റെ റിട്ടേൺസ് തിരിച്ചു വരും. അതേസമയം ഒരു 30 കിലോവാട്ട് ആകുമ്പോൾ നമുക്ക് ഏകദേശം എങ്ങനെ വലിയൊരു 4-5 വർഷം കൊണ്ട് ചിലവാക്കിയ കാശ് റിട്ടേൺ വരുമെന്നാണ് തോന്നുന്നത്. തിരിച്ചു കിട്ടും. ഇപ്പൊ ഇതിന് മൊത്തത്തില് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇത് വെച്ചേക്കുന്നത് സ്വന്തം ക്ലിനിക്കിലാണ്. അതെ അതെ. കാര്യമായിട്ട് ഈ ചാർജിങ് സ്റ്റേഷൻ വെച്ചതും എൻ്റെ പാനൽ ബോർഡ് വെച്ചതല്ലാതെ ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ടോട്ടൽ എന്ത് കോസ്റ്റ് വന്നിട്ടുണ്ട് ഇത് വെക്കാൻ എല്ലാം കൂടെ ആയിട്ട്? ഇത് ഏകദേശം ഇവിടെ നമുക്ക് കനോപ്പി അങ്ങനെയുള്ള ഒന്നും ആവശ്യം വന്നിട്ടില്ല നമുക്ക്. പക്ഷേ ബാക്കിയുള്ള ഈ ഒരു ക്രാഷ് ഗാർഡ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ടോട്ടൽ ഏകദേശം ഒരു 7,60,000 രൂപയോളം എനിക്ക് ചിലവ്. 7,60,000. ഈ 7,60,000 ഈ പൈസക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഇപ്പോൾ ഗോവിന്ദാണ് ഇപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള വ്യക്തി എന്ന് പറയുന്നത്. ഈ വിലക്ക് ചെയ്തു തരാൻ പറ്റും എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എന്താ തോന്നി? എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഗോവിന്ദനെ എനിക്ക് നേരത്തെ തൊട്ടേ പരിചയമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 വണ്ടി എടുത്ത സമയത്ത് എനിക്ക് ആ സമയങ്ങളിൽ ഇതുപോലെ പ്രൈം ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു ഗോവിന്ദൻ. എന്നാൽ ഗോവിന്ദനെ എനിക്ക് അങ്ങനെ പരിചയമുണ്ട്. അതുപോലെ തന്നെ VSSCയിൽ മനു, അങ്ങനെ കുറച്ച് ടെക്നിക്കലി സ്കില്ലായിട്ടുള്ള കുറേ പേഴ്സൺസിനെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. അന്നേരം ഈ ഗോവിന്ദ് തന്നെ ഈ ബോട്ടിൽ വർക്ക് ചെയ്ത് ചാർജേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രൈസിൻ്റെ ഒരു ഇത് വന്ന് അത് മാത്രമല്ല, സീമെൻസ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് നല്ലൊരു ബ്രാൻഡ്. കാരണം ഈ സീമെൻസിൽ ഞാൻ വിശ്വസിച്ച് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഹിയറിംഗ് എയ്ഡ്സ്, ഞാനിപ്പോൾ ക്ലിനിക്കിൽ ചെയ്യുന്ന ഹിയറിംഗ് എയ്ഡ്സ് ആണ്. ഹിയറിംഗ് എയ്ഡ്സ് സീമെൻസിൻ്റെ ഹിയറിംഗ് എയ്ഡ്സ് ഞാനൊരു 17 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അന്നേരം അതൊരു ജർമ്മൻ ബ്രാൻഡാണ്. അപ്പോൾ ആ ജർമ്മൻ ബ്രാൻഡിൻ്റെ ക്വാളിറ്റി എനിക്ക് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ സീമെൻസിലോട്ട് ഓപ്റ്റ് ചെയ്തത്. പക്ഷേ ഇത് മാത്രമല്ല, ഈ വേറെ 1-2 കമ്പനികളെല്ലാം ഈ പറഞ്ഞ പോലെ 12 ലക്ഷത്തിനും 13 ലക്ഷത്തിനും പറയുന്ന ചാർജർ ഏതാണെന്ന് പോലും അവർ പറയുന്നില്ല, ഏത് ബ്രാൻഡ് ആണെന്ന് പോലും. അവർ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് റീബ്രാൻഡ് ചെയ്യുകയാണ്. അന്നേരം ഏത് ബ്രാൻഡാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് ഇത് വളരെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഗോവിന്ദ് എൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും.
ഇതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറയാം. അതിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് വന്നപ്പോൾ എനിക്ക് എന്തായാലും അത് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഗോവിന്ദിനെ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യും. അപ്പം എല്ലാം കൂടെ ഒരു 7,60,000 രൂപ. അപ്പോൾ നമ്മൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പുള്ളിയുടെ വീടിൻ്റെ അടുത്ത് ചേർന്നിട്ടുള്ള ക്ലിനിക്കിൽ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് കാനോപ്പി ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ റെന്റ് കൊടുക്കണ്ട, സ്വന്തം സ്ഥലമായതുകൊണ്ട് റെന്റ് കൊടുക്കണ്ട, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ ചെയ്യാൻ പറ്റിയത്. നമുക്കിപ്പോൾ വേറൊരാളുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ലാഭത്തിൽ നിന്ന് റെന്റ് കൊടുക്കണം. പിന്നെ നമ്മൾ കാനോപ്പി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എക്സ്ട്രാ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരും. ഞാൻ ഒരു കാര്യം ചോദിട്ടെ, ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പറയുന്ന പോലെ സീമെൻസിനെ പറ്റി വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് അതിനെതിരെ കുറച്ച് പബ്ലിസിറ്റി സ്റ്റണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഒത്തില്ല. എങ്കിൽ പോലും ഇതിനകത്തിരിക്കുന്നത് ഫുള്ള് ചൈനയുടെ സാധനങ്ങളാണ്, വെറുതെ സീമെൻസിന്റെ ബാഡ്ജിങ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതിനകത്തിരിക്കുന്ന എല്ലാം സീമെൻസ് ആണെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടോ? ഞാൻ ഈ ഒരു മെഷീൻ ഇൻസ്പെക്ട് ചെയ്തിട്ട്, കാരണം ഈ കാലിക്കറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മെഷീൻ ഞാൻ പോയി ഗോവിന്ദ് തന്നെ എന്നെ തുറന്ന് കാണിച്ചു. എൻ്റെ ഇതിനകത്തിരിക്കുന്ന കമ്പോണൻസ് എല്ലാം സീമെൻസിന്റെ തന്നെയാണെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ മെഷീൻ എടുത്തത്. ഇപ്പൊ നമുക്ക് തുറന്ന് കാണാൻ പറ്റും. തീർച്ചയായിട്ടും തുറന്ന് കാണിക്കാം. എൻ്റെ ചാനലുണ്ട്. ഞാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അന്ന് ചെയ്തപ്പോഴത്തേക്കും സീമെൻസ് എന്നുള്ളൊരു കാര്യത്തിലാണ് നമ്മൾ അന്ന് പ്രയോറിറ്റി കൊടുത്തിരുന്നത്, സീമെൻസിന്റെ ബ്രാൻഡ് എന്നുള്ള നെയിം. ഗോവിന്ദ് എന്ന് പറയുന്ന ഈ ഒരു EV കൺസൾട്ടന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പേർട്ട് എന്നുള്ള ആളുടെ എക്സ്പെർട്ടീസിനെ കുറിച്ചിട്ട് നമ്മൾ അതിനകത്ത് വളരെ ചുരുക്കമേ സംസാരിച്ചുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് അധികം ആളുകൾ ഫോക്കസ് വന്നിട്ടില്ല. എല്ലാവരും സീമെൻസ്. അപ്പോൾ ഈ സീമെൻസ് എന്ന് കേട്ടതോടുകൂടെ പലരും ഇതിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെ പലതും ശ്രമിച്ചിട്ട് പാളിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്തിരിക്കുന്ന എല്ലാം ചൈനയാണ്, ഇവരൊക്കെ ചൈനയിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് വെറുതെ ബ്രാൻഡ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ നോക്കാൻ പോകണം, ഇതിനകത്ത് സീമെൻസിൻ്റെ സാധനങ്ങൾ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. തുറന്നിട്ട് ലോക്കൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, പ്രൊഡക്റ്റ് കാണാം. ഇതിനകത്ത് നമുക്ക് സീമെൻസ് ആണ്. അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന ഈ കമ്പോണൻറ്റ് സീമെൻസിൻ്റെ ആണ്. ഈ ഇരിക്കുന്ന ഈ ഒരു കമ്പോണൻറ്റ് കാണാം, ഇതെല്ലാം സീമെൻസിൻ്റെ ആണ്. ഇരിക്കുന്ന ഇത്രയും കമ്പോണൻസ് എല്ലാം സീമെൻസ് ആണ്. ഇതിനകത്തുനിന്നെല്ലാം എല്ലാം സീമെൻസിൻ്റെ സീമെൻസിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെ അതിനകത്തുള്ളത്. കമ്പോണൻസ് എല്ലാം സീമെൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ അന്വേഷിച്ച് അറിഞ്ഞിട്ടാണ് ഇത് വെച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിനിപ്പോൾ എന്ത് വാറണ്ടി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്? ഇതിന് മൊത്തത്തിൽ ഇപ്പം 3 വർഷം വരെ വാറണ്ടിയാണ് തന്നേക്കുന്നത്. എനിക്ക് 3 വർഷം വാറണ്ടി തന്നിട്ടുണ്ട്. മാർക്കറ്റിൽ എനിക്കൊന്ന് മറ്റുള്ള ബ്രാൻഡുകളെല്ലാം 1 വർഷം 2 വർഷം കൊടുക്കുമ്പോൾ സീമെൻസ് എനിക്ക് 3 വർഷം ബ്രാൻഡ് വാറണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഡയറക്റ്റ് സീമെൻസ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഗോവിന്ദ് വഴിയായിരിക്കും? എങ്ങനെയായിരിക്കും അത് അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് വന്നിട്ടുണ്ടാവില്ല. ഇതുവരെ ഇപ്പോൾ വെച്ചിട്ട് ഏകദേശം 2 മാസത്തോളമായി. ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഞാൻ പല ഡൗട്ട്സ് ഉള്ള സമയത്തും ഇതിൻ്റെ ഒരു സർവീസ് എഞ്ചിനീയർ ഉണ്ട്, സനു എന്ന് പറഞ്ഞ് കോട്ടയം എന്നുള്ള പുള്ളിക്കാരനെ വിളിക്കുമ്പോൾ സഡൻ പുള്ളി റെസ്പോണ്ട് ചെയ്യും. സീമെൻസിൻ്റെ തന്നെ സർവീസ് എഞ്ചിനീയർ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഗോവിന്ദിനെ വിളിക്കാറുണ്ട്. ഗോവിന്ദ് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത് വിളിച്ചാലും മെസ്സേജിന് അന്നേരം തന്നെ റിപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ കോൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് എനിക്ക് ഡൗട്ട് വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ ഗോവിന്ദ് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. നല്ലൊരു സപ്പോർട്ട് എനിക്ക് ഗോവിന്ദിൻ്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വെച്ചിട്ട് 2 മാസമായി എന്ന് പറഞ്ഞു. ആവറേജ് ഒരു ദിവസം എത്ര വണ്ടികൾ വരാറുണ്ട്? ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ടത് ഒരു ചാർജിങ് സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപ ലാഭിക്കാൻ പറ്റും അല്ലെങ്കിൽ എത്ര ലാഭം ഉണ്ടെന്നുള്ള. അപ്പോൾ ആ കണക്കിലേക്ക് നമ്മൾ വരുന്നത്. അതായത് ഒരു ദിവസം റഫ്ലി ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, ഇനി ഇത് പോപ്പുലർ ആവാനുണ്ട്. അപ്പോൾ ഒരു ദിവസം എത്ര വണ്ടികൾ വരും? എങ്ങനെയാണ് നമുക്കൊരു യൂണിറ്റ് എടുത്ത് കഴിയുമ്പോൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലാഭം വരും എന്നൊക്കെ ഉള്ളത്? ഇതിനകത്ത് ഏകദേശം ആദ്യം തുടങ്ങിയ സമയങ്ങളിൽ ഏകദേശം 1 വണ്ടി 2 വണ്ടി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഏകദേശം ഒരു 3-4 വണ്ടികൾ, ഒരു ദിവസം 5 വണ്ടി വരെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വണ്ടികൾ വരുന്ന ഇങ്ങനെ വണ്ടികളുടെ എണ്ണം മാത്രമല്ല, ചില വണ്ടികൾ വരുമ്പോഴേക്കും നമുക്ക് അവർ ചിലപ്പോൾ വരുമ്പം ഒരു 20% to 90% വരെ ചാർജ് ചെയ്യാറുണ്ട്. ചില വണ്ടികൾ യൂണിറ്റ് കൂടുതൽ എടുക്കും. പ്രത്യേകിച്ച് കൂടുതലും വിൻസർ പോലുള്ള വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ വിൻസർ നെക്സോണൊക്കെ വരുമ്പോഴത്തേക്കും യൂണിറ്റ് കൂടുതൽ എടുത്ത് പോകാറുണ്ട്. അന്നേരം വണ്ടികളുടെ എണ്ണത്തെക്കാട്ടി ഇപ്പം ഒരു വണ്ടി ഇപ്പം ഇവിടെ നമുക്ക് അടുത്ത് ഒരു BMW iX1 എന്നൊരു വണ്ടി വരാറുണ്ട്. അത് 60 കിലോവാട്ട് കണ്ടാണ്. അത് വന്നു കഴിഞ്ഞാൽ ഏകദേശം 50-55 വണ്ടിയുടെ എണ്ണം വരുന്നത് കുറവാണെങ്കിലും യൂണിറ്റ് കൺസംപ്ഷൻ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം. ഏകദേശം ഒരു 1500, എനിക്കൊന്ന് ഫസ്റ്റ് മന്തിൽ ഏകദേശം 1500 യൂണിറ്റിനുള്ളിലെ കൺസ്ട്രക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് മന്ത് ഇച്ചിരി കൂടിയിട്ടുണ്ട്, 2000 യൂണിറ്റിന് അടുത്ത് വരെ വന്നിട്ടുണ്ട്. ഒരു യൂണിറ്റിന് നമുക്ക് ഇപ്പോൾ ഇവിടെ KCBയുടെ കോസ്റ്റ് എത്രയാണ് വരുന്നത്? ഡേ ടൈമിൽ KCB ഇപ്പം നമുക്ക് 2 രീതിയിലാണ് ചെയ്യുന്നത്, സോളാർ ടൈമും നോൺ സോളാർ അവേഴ്സും. സോളാർ അവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യുന്നത് ഏകദേശം 5.5 rupees ഒരു യൂണിറ്റിന് 5 രൂപ KCBക്ക് കൊടുക്കണം. നോൺ സോളാർ ആണെങ്കിൽ നോൺ സോളാർ ആകുമ്പോഴത്തേക്ക് അത് 10.5 ആ റേറ്റിലോട്ടാണ് വരുന്നത്. 10.5 രൂപ KCBക്ക് കൊടുക്കണം.
ഒരു യൂണിറ്റ് ഒരാൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഈ KSEBക്ക് കൊടുക്കണൊക്കെ കഴിഞ്ഞിട്ട് കയ്യിൽ എത്ര രൂപ ലാഭം കിട്ടും പെർ യൂണിറ്റ്? ഏകദേശം ഒരു 8 രൂപ പെർ യൂണിറ്റിൽ നമുക്ക് 8 രൂപ ഒരു യൂണിറ്റിന് നിങ്ങൾക്ക് ലാഭം കിട്ടും. വേറൊരാളാണ് റെന്റ് ആണെങ്കിൽ അയാൾക്ക് റെന്റ് കാര്യങ്ങളൊക്കെ പോകും. ഇപ്പൊ സ്വന്തം പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഒരു യൂണിറ്റിന് 8 രൂപ എല്ലാം കഴിഞ്ഞിട്ട് ലാഭത്തിൽ. അപ്പോൾ ഒരു മാസം ഏറ്റവും കുറഞ്ഞത് ഒരു 1000 യൂണിറ്റ് കൺസ്യൂം ചെയ്താലും നമുക്ക് 8000 രൂപ ലാഭം എന്ന് പറയുമ്പോൾ ഒരു കൊല്ലം 96, 1 ലക്ഷത്തിന് അടുത്തായി. അപ്പോൾ നമ്മൾ ഏറെക്കുറെ പറഞ്ഞ പോലെ നമ്മളെ വേഴ്സ്റ്റ് കേസ് സെനാരിയോ ആണ് പറഞ്ഞത്. ഐഡിയൽ കേസിൽ ഈ 1000-ൽ കൂടുതൽ യൂണിറ്റുകൾ എന്തായാലും വരും. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 5-6 വർഷം കൊണ്ട് ഈ മുടക്ക് മുതൽ തിരിച്ചിട്ട് അതിൽ കൂടുതൽ ഒരു നമുക്ക് ഇത് അനാട്ടിൽ സബ്സിഡി കിട്ടുന്ന ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ എല്ലാ പേപ്പർ വർക്ക്സുകളും ഗോവിന്ദ് തന്നെ മുൻകൈ എടുത്ത് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ ആ സബ്സിഡി ഇതുവരെ കിട്ടിയിട്ടില്ല. ഉടൻ തന്നെ കിട്ടുമെന്നാണ്. എത്ര രൂപയാണ് സബ്സിഡി? 1.5 ലക്ഷം രൂപയോളം സബ്സിഡി കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 ലക്ഷത്തിന് ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ആയി സ്വന്തമായിട്ടല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലാഭനഷ്ട കണക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൊട്ടൻഷ്യലുള്ള ബിസിനസ്സാണ്. അതുകൊണ്ട് എനിക്കും വെക്കണമെന്ന് താല്പര്യമുണ്ടെന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ അതിന് പറ്റിയൊരു സ്പോട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം, പിന്നെ ഫീസിബിലിറ്റി കാര്യങ്ങളൊക്കെ വേണം. ഇതിനിപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ സെപ്പറേറ്റ് വെച്ചിട്ടില്ല. അവിടെ ഒരു പുതിയ ട്രാൻസ്ഫോമർ നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ പവർഫുൾ കാര്യങ്ങൾ. ഇത് ഞാൻ പറഞ്ഞില്ല, 2022 തൊട്ട് വണ്ടി എടുത്തതിന് ശേഷം ഞാൻ ഒരു ചാർജിങ് സ്റ്റേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം ഇവിടെ ഏറ്റവും വലിയ ഇഷ്യൂ വന്നുകൊണ്ടിരുന്നത് ഈ KSEBയുടെ ഫീസിബിലിറ്റി പ്രശ്നം തന്നെയായിരുന്നു. കാരണം ഇവിടെ അടുത്തടുത്തുള്ള ട്രാൻസ്ഫോമറിലെല്ലാം ഫുൾ ലോഡാണ്. കാരണം KSEB ഏകദേശം ഒരു ട്രാൻസ്ഫോമർ 80% ലോഡേ അനുവദിക്കത്തു. അങ്ങനെ ഞാൻ ഫീസിബിലിറ്റി കിട്ടാത്ത ഒരു കാരണം കൊണ്ട് ഇത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പോകുമായിരുന്നു. അന്നേരം റീസെൻ്റ് ആയിട്ടാണ് ഇതുപോലെ ഒരു ട്രാൻസ്ഫോമർ നമ്മുടെ വീടിനടുത്തായിട്ട് പുതിയൊരു ട്രാൻസ്ഫോമർ KSEB ഇവിടുത്തെ ഒരു ഉപയോഗങ്ങൾക്കായിട്ട് എനിക്കൊന്ന് KSEB ഇൻസ്റ്റാൾ ചെയ്ത് ട്രാൻസ്ഫോമർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ ഇതിന് ഫീസിബിലിറ്റി കൊടുക്കുകയുണ്ടായി. പിന്നെ അതുപോലെ നമ്മുടെ EV ക്ലബ്ബിലെ നൗഷാദ് ഇടയ്ക്ക് ഇതുപോലെ ചാർജിങ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അത് മാത്രമല്ല വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഈ പറഞ്ഞ ഗോവിന്ദിൻ്റെ കൂട്ട് തന്നെ ഒരു ഫ്രണ്ടാണ് നൗഷാദ്. എനിക്കറിയാം, ഞാൻ ഗ്രൂപ്പിലുള്ളതാണ്. ഓക്കെ. അപ്പോൾ നൗഷാദ് ഇടയ്ക്ക് ഇതുപോലെ സംസാരിച്ച് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫീസിബിലിറ്റി കൊടുക്കാം, അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഗോവിന്ദുമായിട്ട് ടൈപ്പ് ചെയ്ത് ചെയ്യാമെന്നുള്ള അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫീസിബിലിറ്റിക്ക് കൊടുത്തു. ഫീസിബിലിറ്റി കിട്ടി. പെട്ടെന്ന് തന്നെ ഞാൻ ഗോവിന്ദിനെ ഓർഡർ ചെയ്ത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തന്നു. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചാർജിങ് സ്റ്റേഷൻ വെക്കാനിരിക്കുന്ന അടുത്ത ട്രാൻസ്ഫോമർ അതിൻ്റെ ലോഡ് കാര്യങ്ങൾക്കൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് KSEB നമുക്ക് അനുമതി തരാം. അപ്പോൾ ഇവിടെ പുതിയ ഒരു ട്രാൻസ്ഫോമർ വന്ന പാടെ നമ്മൾ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കിട്ടുമായിരുന്നു. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ കോസ്റ്റ് നമുക്ക് വരുന്നില്ല. അല്ലാത്ത കേസുകളിലാണ് ഇപ്പോൾ ട്രാൻസ്ഫോമർ ഇല്ല, നമ്മൾ വേറെ വെക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് അതിന് വേറെ കോസ്റ്റ് വരും. പക്ഷേ ട്രാൻസ്ഫോമർ ഇല്ലാതെ തന്നെ പല ബ്രാൻഡുകളും 12, 13, 15 ലക്ഷത്തിനൊക്കെ വാങ്ങിച്ച ആളുകൾ. നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച കുറച്ച് പേരുണ്ടായിരുന്നു, ചേട്ടാ ഞാൻ ഇന്ന ബ്രാൻഡിൻ്റെ ചാർജർ വെച്ചു, എൻ്റെ അടുത്ത് നിന്ന് 15 ലക്ഷം രൂപയാണ് എണ്ണി വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ച ട്രാൻസ്ഫോമർ അടക്കണം. ഇല്ല ചേട്ടാ, ട്രാൻസ്ഫോമർ ഇല്ലാതെ തന്നെ വില വാങ്ങിച്ചു. അപ്പോൾ ആ 10-15 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന സെയിം എഫക്റ്റിൽ വരുന്ന 30 കിലോവാട്ട് സീമെൻസിൻ്റെ ചാർജറാണ് ഇവിടെ നമുക്ക് സബ്സിഡിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 6 ലക്ഷം കോസ്റ്റിന് വരുന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരു ബിസിനസ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഇതുപോലെ തന്നെ ഇപ്പം വണ്ടികളുടെ എണ്ണം കൂടുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു വണ്ടി കൂടി വരത്തുള്ളൂ. EV ഇനി എന്തായാലും കൂടി വരത്തേ ഉള്ളൂ. വണ്ടികളുടെ എണ്ണം കൂടി വരുവാണെങ്കിൽ ഒരു 30 കിലോവാട്ടും കൂടെ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ 60 കിലോവാട്ടിൽ അപ്ഗ്രേഡ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യണം അല്ലേ? അതാണ് ഫ്യൂച്ചർ പ്ലാൻ. പിന്നെ അതുപോലെ തന്നെ ഈ സോളാർ, ഞാനിപ്പോൾ ഇതിൻ്റെയോട് അനുബന്ധിച്ച് സോളാർ ചെയ്തിട്ടുണ്ട്. സോളാർ ഒരു 20 കിലോവാട്ടിൻ്റെ സോളാറാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് നിന്നുള്ള യൂണിറ്റ്സ് എനിക്ക് ഇതിലേക്ക് വീൽ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ വീടും എല്ലാം സോളാർ, ചാർജിങ് സ്റ്റേഷൻ അടക്കം സോളാർ. ഇതുപോലെ ഒരു 30 കിലോവാട്ട് ചാർജിങ് സ്റ്റേഷൻ അതിന് മാത്രം സോളാർ വെക്കാനാണെങ്കിൽ എത്ര കിലോവാട്ട് വേണ്ടി വരും? അത് നമ്മുടെ ഏകദേശം ഒരു മന്ത്ലി കൺസപ്ഷൻ അനുസരിച്ച്. ഇപ്പം ഈ ചാർജിങ് സ്റ്റേഷനിൽ നമുക്ക് മന്ത്ലി ഒരു 2000 യൂണിറ്റ് ഒക്കെ കൺസപ്ഷൻ വരുന്നുണ്ടെങ്കിൽ ഒരു 20 കിലോവാട്ട് വേണ്ടി 20 കിലോവാട്ട്. സോ മൊത്തത്തിലൊരു എക്കോ ഫ്രണ്ട്ലി എന്നുള്ളൊരു ഐഡിയോളജിയിലേക്ക് മാറുകയാണ്. വണ്ടി ഇലക്ട്രിക് ആണ്, വീട് സോളാറാണ്, ചാർജിങ് സ്റ്റേഷനും സോളാറാക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. സോഫാർ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഹാപ്പി അല്ലേ? അതെ, തീർച്ചയായും ഹാപ്പിയാണ്. അപ്പോൾ ഫ്യൂച്ചർ ഇലക്ട്രിക് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് വണ്ടിയുടെ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് സുഖം, അതിൻ്റെ സ്റ്റെബിലിറ്റി, ബാറ്ററിയുടെ വെയിറ്റ് കൊണ്ട് തന്നെയാണ് വണ്ടിയുടെ സ്റ്റെബിലിറ്റി എല്ലാം വെച്ച് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടം EV ആണ്. ഇനി ഞാൻ എടുക്കുവാണെങ്കിൽ ഒരു EV തന്നെ എടുക്കുള്ളൂ എന്നല്ലേ? എനിക്ക് EV ഓടിച്ച് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ EV തിരിച്ചു പോക്കുന്ന ഒരു സംഭവം ഇല്ല. അപ്പോൾ എന്തായാലും താങ്ക്സ്. ഇത് വളരെ വിജയകരമായിട്ട് മുമ്പോട്ട് പോകട്ടെ. പിന്നെ ഈ പറയുന്ന പോലെ ഇൻ കേസ് നാളെ 3 കൊല്ലം കഴിഞ്ഞ് വാറണ്ടി കഴിഞ്ഞാലും അതിനുള്ള സപ്പോർട്ട് സീമെൻസ് ആണെങ്കിലും ഗോവിന്ദ് തരും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കും ഉണ്ടാവും. അതെനിക്കും ഉണ്ട്. നമ്മുടെ അടുത്ത സുഹൃത്താണ്, നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ.
ഗൈസ്, അപ്പോൾ വീണ്ടും നമ്മുടെ ചാനലിൽ ഗോവിന്ദ് വന്നിരിക്കുകയാണ്. പുതിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം പറയാനുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം നമുക്കെതിരെ കുറച്ച് ഹെയ്റ്റ് ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. സീമെൻസ് കൊള്ളില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കൺസൾട്ടിങ് ഞങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല പ്രമുഖ ചാനലുകളും നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കണ്ടെടുത്തോളം എൻ്റെ ഒരു ഇത്രയും വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു സർക്കിളിൽ വളരെ ചുരുക്കം ആളുകളാണ് ഈ പറയുന്ന പോലെ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് ചെയ്യുന്ന ആളുകൾ. ഇതിൽ ഒരെണ്ണം ഗോവിന്ദാണ്. ഗോവിന്ദ് ഐ തിങ്ക് എന്നെക്കാളൊക്കെ ഒരുപാട് ഇളയതാണ്. ഒരു 25-26 റേഞ്ച് ഏജ് കാണുള്ളൂ. അപ്പോൾ ഇതിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഇലക്ട്രിക് വെഹിക്കിൾ ഇതിലേക്ക്? പഠിച്ചത് തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ചെറുപ്പം മുതലേ വണ്ടികളുടെ മുകളിൽ വളരെ ക്രേസ് ഉണ്ടായിരുന്നു. ഇലക്ട്രിക്കലിൻ്റെ മുകളിൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസും ആ ടെക്നോളജീൻ്റെ മുകളിൽ കുറേ പ്രൊജക്റ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മുതലുള്ള താല്പര്യമായിരുന്നു ഇലക്ട്രിക് വെഹിക്കിൾസ് ഉള്ളത്. കോവിഡിന് ശേഷമാണ് ജോലി കാര്യങ്ങളിലോട്ട് വരുന്നത്. കുറച്ച് എൽടെക്കിൻ്റെ മുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മാസ്റ്റേഴ്സ് PG ഡിപ്ലോമ ചെയ്ത ഇലക്ട്രിക് വെഹിക്കിൾസിലായിരുന്നു IIT ബോംബെയിൽ നിന്ന്. IIT ബോംബെ. ഈ ഇലക്ട്രിക് വെഹിക്കിൾസിനെ പറ്റി പഠിച്ചിട്ടുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം കുറച്ച് സ്ട്രാറ്റജീസ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്നത് മൾട്ടിനാഷണൽ കമ്പനീസ് എല്ലാവരും ചാർജിങ് ചെയ്യുന്ന നേരത്ത് ഇവർ ചാർജേഴ്സ് ഒരു കമ്പനിയിൽ നിന്ന് ബൾക്കിന് പ്രൊക്യൂർ ചെയ്യും. അതിനുശേഷം അവരുടെ ഓൺ ടീമിനെ വെച്ചിട്ടാണ് എല്ലാ വർക്കും കാര്യങ്ങളും ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ഔട്ട്സോഴ്സ്ഡ് വർക്ക് കൊടുക്കുന്നതിന് പകരം വളരെ വലിയ ഡിഫറൻസ് ആണ് പ്രൈസിങ്ങിൻ്റെ മുകളിൽ വരുന്നത്. നാട്ടിൽ ഓൾറെഡി ബിസിനസ്സും കാര്യങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടിലെ ബിസിനസ്സിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് വരുന്ന ടൈമിലാണ് EVയിലോട്ട് വരുന്നത്. അതിന് ഓൾറെഡി അറിയാലോ, നമ്മൾ ചെറിയ സ്ലോ ചാർജസും കാര്യങ്ങളുടെ മുകളിലൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് ചെയ്യാറുണ്ടായിരുന്നു. DC ചാർജേഴ്സിലോട്ടും ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ചാർജർ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്ന് സീമെൻസ് ചാർജർ. ഇപ്പം പലരും പറയുന്നത് സീമെൻസ് ഇത് ആക്ച്വലി പ്രോപ്പർ സീമെൻസ് ഉള്ള പോലെ മാത്രമല്ല, ഇതിന്റെ മുകളിൽ കസ്റ്റമൈസേഷൻ നമ്മൾ വരുത്തിയിട്ടുണ്ട്. എല്ലാ ചാർജേഴ്സിനും മുകളിൽ കസ്റ്റമൈസ്ഡ് ആണ്. ഇതിന്റെ മുകളിൽ ബാക്കി ചാർജേഴ്സിനെ വെച്ചിട്ട് നോക്കാൻ നേരത്ത് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫേംവെയറിന്റെ മുകളിൽ കസ്റ്റമൈസ്ഡ് ഫേംവെയർ ആണ് റൺ ചെയ്യുന്നത്. ദാറ്റ് ടു കീപ്പിംഗ് ദ സീമെൻസ് വാറണ്ടി ഇൻടാക്ട്. അതുകൊണ്ടാണ് ഈ ലെവൽ ഓഫ് പെർഫോമൻസ് കിട്ടുന്നത്. ഇത് ലക്ഷറി EVs വരാൻ നേരത്ത് അവർക്ക് ഫസ്റ്റ് ടൈമിന് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ഇല്ലാണ്ട്. അത് ഒരു മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചാർജറിന്റെ മുകളിൽ ചെയ്തു. പിന്നീട് ചാർജിങ് സ്റ്റേഷൻ ഇൻസ്റ്റലേഷന് വേണ്ടി നോക്കാൻ നേരത്ത് ഞാനും പണ്ട് നോക്കാൻ നേരത്ത് പല കമ്പനീസും ഇൻസ്റ്റലേഷൻ്റെ മുകളിൽ 1.5 lakh 2 lakh അങ്ങനെയാണ് പറയുന്നത്. അത് ഇവിടെ ഒരു മെറ്റീരിയൽ വൈസ് സ്പ്ലിറ്റപ്പോ കാര്യങ്ങളോ ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ നോക്കാൻ നേരത്ത് നമ്മളിപ്പം കേരളത്തിൽ സാധാരണ ഏതൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ബിൽഡിങ്ങും കാര്യങ്ങളും കൺസ്ട്രക്ട് ചെയ്യുന്ന നേരത്ത് ഒരു കോൺട്രാക്ടറിനെ സിവിലിന് വേണ്ടിയിട്ട് വെക്കും, വേറൊരു കോൺട്രാക്ടറിനെ ഇലക്ട്രിക്കലിന് വേണ്ടി വെക്കും. ഇങ്ങനെയാണ് എല്ലാവരും മാനേജ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതേ ആൾക്കാർ തന്നെ അവരുടെ പ്രോപ്പർട്ടിയിൽ ചാർജിംഗ് സ്റ്റേഷൻ വെക്കാൻ നേരത്ത് അയ്യോ അതൊരു പുതിയ ഫീൽഡാണ്, എനിക്കൊന്നും അറിയില്ല, ഒരു കമ്പനിക്ക് നേരം ഏൽപ്പിച്ചു കൊടുക്കും. ഞാൻ ഈ കൺസൾട്ടിങ് സ്ട്രാറ്റജി വെച്ചിട്ട് എല്ലാ കമ്പനികളും പറ്റിയിട്ട് പഠിച്ചു. പല കമ്പനീസും ചെയ്യുന്നത് സൈറ്റ് വിസിറ്റ് മൾട്ടിപ്പിൾ ടൈം നടത്തും. അതിൻ്റെ മുകളിൽ എല്ലാ എക്സ്പെൻസും കൂടി ടേൺ കീ മോഡലിലേക്കും. ഇപ്പം ഞാൻ ഈ ടേൺ കീ മോഡലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എൻ്റെ കമ്പനി ബേസ്ഡ് ഇൻ കാലിക്കറ്റ് ആണ്. എനിക്ക് ഇലക്ട്രിക്കൽ A ക്ലാസ് കോൺട്രാക്ടിംഗ് ലൈസൻസും ഉണ്ട്. ഞാനിപ്പം കൊല്ലത്ത് വന്ന് ചാർജിംഗ് സ്റ്റേഷൻ്റെ വർക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ സ്റ്റാഫിനെ ഇവിടെ വരെ കൊണ്ടുവരണം. ഇവിടെ KCBയുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ വരണം. നേരെ മറിച്ചിട്ട് കൊല്ലത്തൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒരിക്കലും കോഴിക്കോടുള്ള കോൺട്രാക്ടർ അല്ല ചെയ്യാം, കൊല്ലത്തുള്ള കോൺട്രാക്ടറാണ് ചെയ്യുക. അവർക്ക് KCB ആയിട്ട് വളരെ നല്ല റിലേഷനും ഉണ്ടാവും. അവർക്ക് ഈ EV ചാർജിംഗ് സ്റ്റേഷൻ്റെ വർക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ നേരത്താണ് ഇത് ശരിക്കും പ്രോപ്പറായിട്ട് ഇൻഡസ്ട്രി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പം പറയാറുണ്ട് EV ഫ്യൂച്ചർ എന്നുള്ളത്. ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ നേരത്ത് അത് ലോക്കലൈസ്ഡ് ആയിട്ട് ഇമ്പാക്റ്റ് വരണം. ഇപ്പം ഒരു ചാർജിംഗ് സ്റ്റേഷൻ കേരളത്തിൽ വരാൻ നേരത്ത് അത് നോർത്ത് ഇന്ത്യയിലുള്ള കമ്പനി നേരെ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വയറിംഗ് ചെയ്ത് പോകുന്നതിൽ കാര്യമില്ല. ഇവിടെയുള്ള കോൺട്രാക്ടേഴ്സിന് ഇതിന്റെ ടെക്നോളജി മനസ്സിലാവണം, ഇതിന്റെ വയറിംഗ് ചെയ്യുന്നത് മനസ്സിലാവണം. ഓൾറെഡി നദീമിനെ അറിയാം, ഫയർഫോഴ്സിന് വേണ്ടിയിട്ടും ഇൻസ്പെക്ടറേറ്റിന് വേണ്ടിയിട്ടും മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻസ് വേണ്ടി ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ ആൾക്കാർ ട്രെയിൻ ചെയ്യുന്നതിന്റെ ജോബിന്റെ ഒരു പാർട്ട് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ് ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു സ്പെസിഫിക് കേസിൽ സൂഫിയാനായിട്ട് എനിക്ക് വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു. പണ്ട് ഇവിടെ KCBയുടെ ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ എൻഹാൻസ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കമേഴ്ഷ്യലി വർക്കൗട്ട് ചെയ്ത് നോക്കാൻ നേരത്ത് ട്രാൻസ്ഫോമർ കൂടിക്കഴിഞ്ഞാൽ റിട്ടേൺസ് കൂടുന്നില്ല. പോസ് ചെയ്ത് വെച്ചു. 2 വർഷത്തോളം ഏകദേശം വെയിറ്റ് ചെയ്തിട്ടാണ് KCB പുതിയ ട്രാൻസ്ഫോമർ വെക്കുന്നത്. നൗഷാദ് ആ ടൈമിൽ അത് നോട്ടീസ് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫീസിബിലിറ്റി കാര്യങ്ങളെടുത്തു. ഒരു കോൺട്രാക്ടറിനെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കണ്ടുപിടിച്ചു. അതിനുശേഷം ഈ കോൺട്രാക്ടറിന് എല്ലാ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്യുക, ഏത് വയറിംഗ് ആണ് ചെയ്യേണ്ടത്, പാനൽ ബോർഡ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, ഇതിൻ്റെ എർത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുന്നതായിരുന്നു മെയിൻലി ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ നേരത്ത് എനിക്ക് എന്തായത് ചെയ്തു, വളരെ കോസ്റ്റിംഗ് കുറച്ചിട്ട് ഇവിടെ ചെയ്യാൻ പറ്റി കഴിഞ്ഞു. ഈ ഒരു കേസിൽ 30,000 രൂപയുടെ അടിയിലാണ് ഇലക്ട്രിക്കൽ വയറിങ്ങിന് വേണ്ടി വന്നത്. പാനൽ ബോർഡും ശരിക്കും നോക്കാൻ നേരത്ത് പല സ്ഥലത്തും ബിൽഡിങ്ങിന് യൂസ് ചെയ്യുന്ന സെയിം പാനൽ ബോർഡാണ് ആൾക്കാർ ചെയ്യുന്നത്. ഞാൻ തന്നെ സ്വന്തമായിട്ട് പാനൽ ബോർഡ് ഡിസൈൻ ചെയ്തു, സ്പെസിഫിക് ആയിട്ട് EV ചാർജിങ്ങിന് വേണ്ടിയിട്ട്.
സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പ്രൈസ് അതിൻ്റെ മുകളിലും കുറഞ്ഞു. ഇതൊരു പുതിയൊരു കോൺസെപ്റ്റ് ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഗോവിന്ദൻ ഈ പറയുന്ന പോലെ 6 ലക്ഷത്തിന് 7 ലക്ഷത്തിനൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇത് സംഭവം ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു വലിയൊരു കമ്പനീനെ അപ്രോച്ച് ചെയ്ത് തന്നെ തീർച്ചയായിട്ടും കമ്പനിക്ക് അവരുടേതായ ഓഫീസ് ഉണ്ടാവും, അവർക്ക് അവരുടേതായ എംപ്ലോയീസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ട്, ചെലവുകൾ. ശരിയാണ്, ഈ ചെലവുകളൊക്കെ എനിക്കും വരാറുണ്ട്. പക്ഷേ കൺസൾട്ടിംഗ് മോഡലിൽ ഓപ്പറേഷണൽ കോസ്റ്റ് ഞാൻ വരുന്നത് കുറവാണ്. അത് നിലവിൽ ഇപ്പം കൺസൾട്ടിംഗ് ഫീസോ കാര്യങ്ങൾ ഈടാക്കുന്നില്ല. ഭാവിയിൽ എന്തായാലും ഞാനത് ഈടാക്കും. ഇതൊരു പുതിയ കോൺസെപ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അത്യാവശ്യം നല്ല റെസ്പോൺസ് അതിൽ വരുന്നുണ്ട്. ഇപ്പം നിലവിൽ 13 ചാർജിന് ശേഷം കേരളത്തിലായി 2.5 മാസം കൊണ്ട്. എന്റെ അറിവിൽ ദാറ്റ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് ഇൻ കേരള. ഗോവിന്ദിന്റെ കീഴിൽ കൺസൾട്ടിംഗ് പ്രോജക്റ്റ് തന്നെ ചാർജർ ഞാൻ സപ്ലൈ ചെയ്തു 13 തന്നെ കേരളത്തിലെ മൊത്തത്തില് 4 വർക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാം ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. അപ്പൊ ആ ഒരു വർക്കിംഗ് മോഡൽ ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഈ റേറ്റിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ മഞ്ചേരിയിലെ വീഡിയോ ചെയ്തപ്പോൾ എന്തുകൊണ്ട് പലരും ഉറക്കം നഷ്ടപ്പെട്ടു? അത് എന്തുകൊണ്ടായിരിക്കും? പല കമ്പനികൾ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈസ് ഡിഫറൻസ് വരെ ചോദിച്ചപ്പോൾ നമുക്ക് ആരെ പറ്റിയും കുറ്റം പറയാനില്ല, പ്രൊഫഷണൽ ആയിട്ട് നിൽക്കണം എന്നൊക്കെ ഗോവിന്ദ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും നമുക്ക് കിട്ടിയ റെസ്പോൺസ് പലതും വളരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ളതായിരുന്നു. ദാറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഡീലിംഗ് വിത്ത് സർട്ടൻ ക്ലയൻസ് ആൻഡ് ബിസിനസ്സസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല കമ്പനികൾക്കും പല പല ബിസിനസ് മോഡലാണ്. എൻ്റെ കേസിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഐ എം റിലേറ്റീവ്ലി യങ് ആൻഡ് ന്യൂ ഇൻ ടു ദിസ് ഫീൽഡ്. അപ്പം ട്രസ്റ്റും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് എൻ്റെ വളരെ പ്രൈമറി ആയിട്ടുള്ള റോളാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിൻ്റെ മുകളിൽ അത്രയ്ക്കും ട്രാൻസ്പെറൻസിയും കൊണ്ടുവരുന്നത്. ഇപ്പം ഇത്രയ്ക്കും ആ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്ന ടൈമിലും ഒറ്റൊരു ക്ലയൻറ്റ് പോലും നമ്മളെ വിട്ടുപോയിട്ടില്ല. ഈവൺ ഇന്ന് വരെ നമ്മളെ അപ്രോച്ച് ചെയ്ത ഒരു ക്ലയൻറ്റ് പോലും വേറെ കമ്പനിയിൽ നിന്ന് ചാർജിങ് സ്റ്റേഷൻ വാങ്ങിയിട്ടില്ല. അത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ചാർജിങ് സ്റ്റേഷൻ സപ്ലൈ ചെയ്യുന്ന കമ്പനീസും അവരുടെ ക്ലയൻസ് എൻ്റെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ഹെൽപ്പിന് വേണ്ടിയിട്ടോ, ഫ്യൂച്ചർ ചാർജിങ് സ്റ്റേഷൻ അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലോസ് പരമായിട്ടുള്ള ഡൗട്ട്സിന് വേണ്ടിയിട്ട്. ആ ഒരു കേസിൽ പോലും അത് വേറൊരു കമ്പനിയുടെ ക്ലയന്റ് ആണെന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ ഞാൻ കാണിച്ചില്ല. എൻ്റെ ക്ലയൻസിന് ട്രീറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഞാൻ ഇവരുടെ അടുത്തും ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബിസിനസ് മോഡൽ ഉണ്ട്, അത് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. എൻ്റെ കേസിൽ ഞാൻ കൺസൾട്ടിംഗ് മോഡലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഫാദർ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്, ഗ്രാൻഡ് ഫാദർ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യുന്നിടത്ത് ഇത് EV ഫീൽഡ് ആണെങ്കിൽ ഐ വാണ്ടഡ് ടു ലിങ്ക് ടു ഇലക്ട്രിക്കൽ ഫീൽഡ്. ആൻഡ് ഞാൻ ഓൾറെഡി ചെയ്യുന്ന ഈ ട്രെയിനിങ്ങും കാര്യങ്ങളാണ്. വേറൊരു കമ്പനി അല്ലെങ്കിൽ വേറെ ആളെ സംബന്ധിച്ചിട്ട് കോൺട്രാക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ എൻ്റെ അടുത്ത് ഓപ്പൺലി ഒരു കമ്പനിയുടെ മേജറായിട്ടുള്ള ആൾ പറഞ്ഞാണ്, നിങ്ങൾ കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്ത് ഈ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഭാവിയിൽ അവർ നിങ്ങളെ ബൈപ്പാസിൽ ചാർജ് വെക്കുന്നത്. അത് ചെയ്യട്ടെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയി കഴിഞ്ഞാൽ മാത്രമേ EV ചാർജിങ് വിൽ ബി ഡെമോക്രറ്റൈസ്ഡ്. അതല്ലെങ്കിൽ ഇത് ചുരുക്കം കുറച്ച് ആൾക്കാരുടെ കൺട്രോൾ നിൽക്കുന്ന ഇൻഡസ്ട്രി ആയിട്ട് മാത്രമേ വരുള്ളൂ. എന്നാലാണ് സാധാരണക്കാർക്ക് പറയുന്ന പോലെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ. ഇതേപോലെ തന്നെ ഇതിനോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ സീമെൻസിന് പകരം വേറെ ചാർജർ വെച്ച് പ്രൈസ് കുറച്ചുകൂടെ എന്നുള്ളത്. ഒന്നാമത് ഇവിടെ സീമെൻസ് ചൂസ് ചെയ്യാൻ കാരണം എനിക്ക് വേണ്ട കസ്റ്റമൈസേഷൻസും കാര്യങ്ങളും വാറന്റി ഇൻഡാക്ട് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സീമെൻസ് ആയിരുന്നു വില്ലിങ് ആയത്. രണ്ടാമത് ഞാൻ നോക്കുന്നത് പ്രൈസ് കുറച്ച് ചെയ്യുക എന്നുള്ളതല്ല, ഇൻവെസ്റ്ററിന്റെ ഇൻവെസ്റ്റ്മെന്റ് 10 കൊല്ലം കൊണ്ട് മാക്സിമം റിട്ടേൺസിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഡിഫറൻസ് വരുന്നത്. ഞാനിപ്പം ചാർജറിന്റെ മുകളിൽ ലെറ്റ്സ് സേ ഞാൻ ലോവർ ഗ്രേഡ് ചാർജറാണ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് കാരണം ഈ ഒരു കമ്പനിയുടെ പോളിസിപരമായിട്ടുള്ള കാര്യങ്ങൾ ഭാവിയിൽ മാറിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഡെഡ് ആവും. ഇപ്പം സീമെൻസിന്റെ കേസിൽ 3 years ഓഫ് വാറന്റിയാണ്. വേറെ മിക്ക ക്ലയൻസും അല്ലെ കമ്പനീസും 2 years അല്ലെങ്കിൽ 1 years വാറന്റിയാണ്. ആരും വാറന്റിക്ക് ശേഷം ചാർജ് എടുത്ത് മാറ്റില്ല. എൻ്റെ കേസിൽ ഞാൻ ഇതിന്റെ ബിസിനസ് മോഡൽ വളരെ പ്രോപ്പറായിട്ട് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കും. എത്രയാണ് വേസ്റ്റ് കിട്ടാൻ പറ്റുന്ന ഔട്ട്പുട്ട്, എത്രയാണ് ബെസ്റ്റ് കിട്ടാൻ പറ്റുന്ന ഔട്ട്പുട്ട്. അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് തീരുമാനിക്കുന്നത് വെദർ ദിസ് ഈസ് വയബിൾ ഓർ നോട്ട് എന്നുള്ളത്. ആ ഒരു ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് 6 വർഷം മുതൽ 10 വർഷം വരെ എടുക്കുന്ന പല കേസിനും കാണാറുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുന്ന ചാർജറാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കോമ്പണന്റ് ചാർജിങ് സ്റ്റേഷന്റെ. 7ാമത്തെ വർഷമോ 8ാമത്തെ വർഷമോ ഈ ചാർജറിന്റെ മുകളിൽ സർവീസ് കിട്ടാണ്ടായി കഴിഞ്ഞാലോ, അതല്ലെങ്കിൽ പോളിസി വൈസ് ഒരു ബ്രാൻഡിന് മാറ്റം വന്നിട്ട് നമുക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. എൻ്റെ കേസിൽ ഞാൻ നോക്കുന്നത് ഭാവിയിൽ ഞാൻ ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞാലും ഈ ബിസിനസ് സസ്റ്റെയിൻ ചെയ്ത് പോകണം, എൻ്റെ ക്ലയൻസിന് ഇത് വരണം. അതുകൊണ്ടാണ് ഇവിടെ ഈ കേസിൽ ചാർജറിന്റെ വാറന്റി സർട്ടിഫിക്കറ്റിൽ സാധാരണ എല്ലാ കമ്പനീസും ആ കമ്പനിയുടെ പേരാണ് വെക്കാറുള്ളത്. ഇവിടെ കേസിൽ ഡയറക്ട്ലി ഓണറിന്റെ പേരാണ് വെച്ചിരിക്കുന്നത്, ലോങ് ടേം ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലത്തെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു കോൺഷ്യസ് ആയിട്ട് ഡിസിഷൻ എടുത്തത് ഏറ്റവും ബെസ്റ്റ് ചാർജർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെക്കാന്നുള്ളത്. സോ ഈവൺ ദോ വി ആർ പേയിങ് മോർ ഫോർ ദ ചാർജർ, ഇൻവെസ്റ്റ്മെന്റ് വൈസ് നോക്കാൻ നേരത്തെ 10 വർഷം കൊണ്ട് ഇതിലാണ് ഏറ്റവും ബെസ്റ്റ് റിട്ടേൺസ് കിട്ടുന്ന പോലെ കാണുന്നത്. റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള റോളാണ് കൺസൾട്ടിങ്ങിൽ. അതുകൊണ്ടാണ് നമ്മളിപ്പം പല സ്ഥലത്തും ട്രാൻസ്ഫോമർ വെക്കാണ്ട് ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ ഒരു സ്ഥലത്ത് ഞാൻ ഇതുവരെ ട്രാൻസ്ഫോമർ വെച്ചിട്ടില്ല, അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല. ഒറ്റയൊന്നും ഈ 13 സ്ഥലത്തും ട്രാൻസ്ഫോമർ ഇല്ലാണ്ട് ചെയ്തിരിക്കുന്നത്, അതും ത്രൂ പ്രോപ്പർ ചാനൽസ്. അത് എടുത്ത് പറയണ്ട, പല സ്ഥലത്തും
അറിയാലോ പല വിധത്തിലും ആൾക്കാർ കണക്ഷൻ എടുക്കാറുണ്ട്, പക്ഷെ അത് അവസാനം വണ്ടിക്കും ചാർജറിനാണ് കേടുവരുന്നത്. ഫ്യൂച്ചറിലായിരിക്കും ചിലപ്പോൾ നമുക്ക് അതെ, എന്റെ കേസിൽ ഞാൻ ഒരു സൈറ്റിലും ചാർജർ എത്തിക്കാറില്ല, KSEBയുടെ സൈഡ് പ്രോപ്പർ ആവാണ്ട്. ഇപ്പം 13 ചാർജിംഗ് സ്റ്റേഷൻ കാണാൻ നേരത്ത് 40-ൽ കൂടുതൽ ചാർജിംഗ് സ്റ്റേഷന്റെ പ്രപ്പോസൽസ് ഞാൻ ഓൺ ഹോൾഡ് അല്ലെങ്കിൽ റിജക്ട് വെച്ചിട്ടുണ്ട്, ഫീസിബിലിറ്റി കാര്യങ്ങൾ റെഡി ആവാത്തതുകൊണ്ട്. സാധാരണ ഏതൊരു കമ്പനി ആണെങ്കിലും ശരി, ട്രാൻസ്ഫോമർ എൻഹാൻസ് ചെയ്യുക, ചാർജർ വെക്കാന്നുള്ളത്. ഈ എൻഹാൻസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു, ബട്ട് അതിനനുസരിച്ചുള്ള റിട്ടേൺസ് കിട്ടുമെന്നുള്ളതാണ് നോക്കുന്നത്. സോ അൾട്ടിമേറ്റ്ലി ഞങ്ങൾ ചെയ്യാറുള്ളത് ഇതാണ്, റിവൈസ് ആയിട്ടുള്ള പ്രപ്പോസൽ പോലെ വരുന്നത്. അത് വയബിൾ അല്ലെങ്കിൽ അത് ഓൺ പോസ് ചെയ്ത് വെക്കും. ഇങ്ങനെ ചെയ്യാൻ നേരത്താണ് നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഔട്ട്പുട്ടിലോട്ട് എത്തിക്കുന്നത്. പിന്നെ ഇതിന്റെ മുകളിൽ ടെക്നോളജിക്കലി പല പല മാറ്റങ്ങൾ വരാറുണ്ട്. ഇപ്പം നദീം അറിയുന്ന പോലെ ആദ്യം സീമെൻസ് 2 years of വാറണ്ടി ആയിരുന്നു പറഞ്ഞത്. പിന്നെ ഞാൻ ഇതിന്റെ മുകളിൽ പല കസ്റ്റമൈസേഷൻ ചെയ്യാൻ നേരത്തെ ചാർജറിന്റെ ഓവറോൾ റിലയബിലിറ്റി കൂടുന്ന പോലെ അവർക്കും തോന്നി. അതുകൊണ്ട് എൻ്റെ എല്ലാ ചാർജിംഗ് സ്റ്റേഷൻ, ഈവൻ ഫോർ ദ പ്രീവിയസ് ചാർജിംഗ് സ്റ്റേഷൻസ് ഓൾസോ, നമ്മുടെ മഞ്ചേരിയുള്ള ചാർജിംഗ് സ്റ്റേഷന് വരെ 3 years of വാറണ്ടി കിട്ടി. അങ്ങനെ ചെയ്തിട്ടാണ് ഇത് ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പൊ അന്ന് നമ്മൾ പറയുന്ന പോലെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇന്ന് അൺപ്രൊഫഷണൽ ആണെന്നല്ല ഞാൻ പറയണേ. അപ്പോഴാണ് നമുക്ക് ഇതിലെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും ഹീറ്റ് വന്നു തുടങ്ങിയത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. 6 ലക്ഷത്തിന് വെക്കുന്ന ഇതേ സാധനത്തിന് 9, 12, 15 ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ചാർജിങ് സ്റ്റേഷൻ വെക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞ് ഗോവിന്ദിനെ അപ്രോച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഈ മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താണ് എക്സ്ട്രാ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് ഗോവിന്ദ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വൈ ഷുഡ് സമ്മൺ ഗോവിന്ദിനെ ഒരു EV കൺസൾട്ടന്റ് ആയിട്ട് ആരെങ്കിലും അപ്രോച്ച് ചെയ്യണം? എന്തിന്? ഒന്ന് ടെക്നിക്കൽ എക്സ്പെർട്ടീസ്, രണ്ടാമത് ട്രാൻസ്പെറൻസി കാണിക്കുന്നത്. ഇപ്പം ഐ പ്രൊവൈഡ് മെറ്റീരിയൽ വൈസ് ബിൽസ്, അതായത് ഒരു പാനൽ ബോർഡ് ആണെങ്കിൽ ആ പാനൽ ബോർഡിന്റെ അകത്തിരിക്കുന്ന യൂസ് ചെയ്ത മെറ്റീരിയൽ വൈസ് ആയിരിക്കും. ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ അല്ല ഞാൻ കാണിക്കുന്നത്. അത് ഓരോ സ്ഥലത്ത് എത്ര എർത്തിങ് വരുന്നുണ്ട്, എത്ര വയറിംഗ് വരുന്നുണ്ട്, ഏത് വയറിംഗ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്, അത് അങ്ങനെയാണ് പറയാറുള്ളത്. പിന്നെ കൂടാണ്ട് ഇതിന്റെ ഫീസിബിലിറ്റി കാര്യങ്ങൾ റെഡി ആവാണ്ട് ഒരു കാരണവശാലും ഞാൻ ഇൻവോയ്സ് ചെയ്യില്ല ചാർജറിന്റെ അമൗണ്ട്. കൺസൾട്ടിങ് മോഡലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബട്ട് അത് എൻറ്റയർ എമൗണ്ട് റീഫണ്ടബിൾ ആക്കിയിട്ടാണ് വെക്കുന്നത്. പല കേസിലും KSEBന്റെ ഫീസിബിലിറ്റി കിട്ടാണ്ട് ഞാൻ 2-3 ആഴ്ച സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ എമൗണ്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഫീസിബിൾ അല്ലാത്തതുകൊണ്ട്. ഇതാണ് ഒരു വരുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചാർജർ കറക്റ്റായിട്ട് ചെയ്യുന്നതിനെ കൊണ്ട്. ഇപ്പോൾ സീമെൻസ് ചാർജറിന്റെ മുകളിൽ നമ്മളിപ്പോൾ എന്താ പറയുക, മലയാളത്തിൽ പറയുകയാണെങ്കിൽ മോഡിഫിക്കേഷൻസ്, വാറണ്ടി കാര്യങ്ങൾ ഇൻടാക്റ്റ് ആണ്, ലീഗലായിട്ടുള്ള ഇഷ്യൂസും വരുന്നില്ല. ഇത് ചെയ്ത് കാരണം ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ ഉള്ളത് ആപ്ലിക്കേഷൻ്റെ മുകളിൽ ഞാൻ അത്ര സെൻട്രിക് ആയിട്ട് നിൽക്കാറില്ല. ഇപ്പം ഞാൻ എപ്പോഴും പറയേണ്ട EV ചാർജിങ് ശരിക്കും ലിബറലൈസ് ആവാൻ നേരത്തെ ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ വെച്ചിട്ട് എൻ്റെ സ്ഥലത്ത് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതിൽ ശരിക്കും അർത്ഥമില്ല. പുതിയൊരു ഇൻഡസ്ട്രി ആയതുകൊണ്ടാണ് പല പല ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ് മാൻഡേറ്റ് ആക്കാൻ പോകുന്നൊരു സംഭവമാണ് UPI ബേസ്ഡ് ചാർജിങ്. ഏത് QR കോഡ് വേണമെങ്കിലും ചാർജറിൽ ഉണ്ടായിക്കോട്ടെ, ഒരു UPI ആപ്ലിക്കേഷൻ വെച്ചിട്ട് സാധാരണ റെസ്റ്റോറൻറ്റിൽ നമ്മൾ പൈസ അടയ്ക്കുന്ന പോലെ ചാർജ് ചെയ്യുന്ന ടെക്നോളജി വരും. ഇതേപോലത്തെ ടെക്നോളജി വരുന്നത് ചാർജറിലോട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതേപോലത്തെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം എൻ്റെ കേസിലും ഞാൻ ഇന്നേ വരെ പെയ്ഡ് ആയിട്ടുള്ള ഒരു ഒറ്റ മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല. നദീമിനും അറിയാലോ, ഓർഗാനിക് ആയിട്ട് EV ചാർജിങ്ങിൻ്റെ മുകളിൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രം എൻ്റെ അടുത്ത് വിളിച്ചാൽ മതിയുള്ള ലെവലാണ് ഞാൻ പറയാറില്ലേ. പല കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുന്നതാണ്, അതായത് ഞാൻ സംസാരിക്കുന്നത് തട്ടിക്കയറി സംസാരിക്കുകയാണെന്ന്. അതെ, ഞാൻ സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല വന്നത്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കും, സ്ട്രാറ്റജി കൺസൾട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത് വയബിൾ ആണോ അല്ലോ എന്നുള്ളത് നോക്കും. അതിനുശേഷം വിൽ ഹാവ് എ മീറ്റിംഗ് വിത്ത് ദ ക്ലയൻറ്റ്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഇറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ഇതെന്ന് പറഞ്ഞ ഒരു സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂ ഇതാണ് സാർ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളുടെ ബോർഡ് ഇത്രയും കാണാൻ ഭംഗിയുണ്ട്, അവരെ സുഖിപ്പിച്ച് എങ്ങനെയെങ്കിലും വളരെ ബ്ലണ്ട് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പല കേസിലും പറഞ്ഞിട്ട് നിങ്ങൾ ചാർജിംഗ് സ്റ്റേഷൻ വെക്കേണ്ട ആവശ്യമില്ല. വളരെ പ്രൈം ആയിട്ടുള്ള പ്രോപ്പർട്ടി റെസ്റ്റോറന്റ് ആണ്, പാർക്കിങ്ങിന് ഒരു വിധത്തിൽ അവിടെ സ്പേസ് കിട്ടാറില്ല. ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ് ടു പ്ലേസ് എ ചാർജിംഗ് സ്റ്റേഷൻ ദേർ. ആ കാര്യങ്ങളാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഇന്റന്റ് ചെയ്യുന്ന ഇപ്പൊ എന്റെ കേസിന് പല ആൾക്കാരും പറയാറുണ്ട്, നിങ്ങൾക്ക് ബിസിനസ് വേണ്ട, അപ്പൊ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പറയും എന്റെ കേസിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് എക്സ്പെക്ടേഷൻ ഉള്ള പോലെ എനിക്ക് തിരിച്ചും അതേപോലെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഈ ടെക്നോളജീന്റെ മുകളിലോട്ട് കറക്റ്റ് ആയിട്ട് വരണം, ഇതെന്താണെന്ന് മനസ്സിലാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ ക്ലയൻസ് ആയിട്ട് എടുക്കുന്നുള്ളൂ. ടേൺ കീ മോഡലിൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, വി വോണ്ട് ബെയർ ദ ഹെഡ് ഏക്ക്, ഞങ്ങൾ കാശ് തരും, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഞാൻ പറയും പറ്റില്ല, നിങ്ങൾക്ക് ഇതേപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെങ്കിൽ മാത്രം മതി എന്നുള്ളതാണ്. എന്നാലും ഇപ്പോൾ നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയി, എന്നാലും ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ പെട്ടെന്ന് ഷോർട്ടായിട്ട്, എനിക്കൊരു ചാർജിങ് സ്റ്റേഷൻ വെക്കണം, എനിക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ്? ഒന്ന്, യു ഷുഡ് ബി വെരി പാഷനേറ്റ് അബൌട്ട് ദിസ് ഫീൽഡ്. ഞാൻ ആദ്യം തന്നെ പറയാറില്ല, വെറുതെ ഇത് പണിതിട്ടിട്ട് വേറെ ആരെങ്കിലും നോക്കിക്കോട്ടെ. രണ്ടാമത് റഫ്ലി അറൌണ്ട് 7-8 lakhs ആണ് ബഡ്ജറ്റ് വേണ്ടത് ഫോർ 30 kilowatt. 60 kilowatt ആണെങ്കിൽ അറൌണ്ട് 13.5 lakhs. ബട്ട് അവിടെ 60 kilowatt KSEBിന്റെ ട്രാൻസ്ഫോമറിന് ഫീസിബിലിറ്റി കിട്ടാനുള്ള സാധ്യത കുറയും. കിട്ടില്ല എന്നല്ല, സാധ്യത കുറയും. അപ്പൊ നമ്മൾ ട്രാൻസ്ഫോമർ വെക്കേണ്ടി വരും.
ഇല്ല, ട്രാൻസ്ഫോമറിന്റെ കോസ്റ്റും കൂടെ വെച്ചിട്ട് നമ്മൾ നോക്കും എത്രയാണ് മൊത്തത്തിൽ വരുന്നത് എന്നുള്ളത്. അതിനനുസരിച്ചുള്ള റിട്ടേൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രൊജക്റ്റ് ആയിട്ട് മുൻപോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. എന്റെ നിലവിലുള്ള 4 60 കിലോ ചാർജിംഗ് സ്റ്റേഷൻസിലും വയബിലിറ്റി ഉണ്ടായിരുന്നു KCBയുടെ ട്രാൻസ്ഫോമറിൽ നിന്ന് ചെയ്യാണ്ട്. എന്ത് കോസ്റ്റ് റഫ്ലി വരും 60 കിലോ വാട്ട്? എല്ലാം ചെയ്ത് കഴിയാൻ നേരത്ത് 13.5 14 120 കിലോ വാട്ട് 120 കിലോ വാട്ട് ആണെങ്കിൽ ട്രാൻസ്ഫോമർ നിർബന്ധമായിട്ടും വേണ്ടി വരും. HT കണക്ഷൻ ആണ്. ഇറ്റ്സ് ലോട്ട് മോർ കോംപ്ലിക്കേറ്റഡ്. അറൌണ്ട് 20 to 25 27 ആ റേഞ്ചിലാണ് വരാറുള്ളത്. അപ്പോൾ 240 ഒക്കെ വെക്കാനാണെങ്കിൽ ഒരു 40-50 ലക്ഷം. അതെ, 2 ഹബിന്റെ പ്രൊപ്പോസൽസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മുകളിൽ ഇപ്പൊ എന്റെ ക്ലയൻസ് മെയിൻലി നോക്കാറുള്ളത് ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിന് എത്ര റിട്ടേൺസ് കിട്ടുന്നുള്ളത്. 240 കിലോമീറ്റർ സാധാരണ ഒരു പൈലറ്റ് പ്രോഗ്രാം ആയിട്ടാണ് ചെയ്യാറുള്ളത്. സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും ഞാൻ പറയും 30 കിലോ 60 കിലോ അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗോ ഫോർ 120 കിലോ. നമ്മൾ പറഞ്ഞു വന്ന റിക്വയർമെന്റ്സ് ഒരു ചാർജർ വെക്കാൻ ഒന്ന് ഇലക്ട്രിക്കലിന്റെ വയബിലിറ്റി കാര്യങ്ങൾ വിൽ ബി ഹാൻഡ്ലിംഗ് ദാറ്റ്. രണ്ടാമത് അതെല്ലാം ഗോവിന്ദിന്റെ സൈഡിൽ നോക്കിക്കോളും ഫീസിബിലിറ്റി കൺസൾട്ടിങ്ങിന്റെ ഭാഗമായി. രണ്ടാമത് ഒരു ഇലക്ട്രിക്കലിന്റെ ടീമിന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവണം, അതല്ലെങ്കിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരും. അതിനുശേഷം യു വിൽ ബി ഹാൻഡ്ലിംഗ് വിത്ത് ദം. ഞാൻ കൺസൾട്ടിംഗ് റോളിലായിരിക്കും ഉണ്ടാവുന്നത്. പിന്നീട് ആഴ്ചയിൽ മിനിമം 2 മണിക്കൂർ ഈ ഫീൽഡിലോട്ട് മാറ്റി വെക്കാൻ വേണം. അത് വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കേസാണ്. കാരണം പലർക്കും പല പല തിരക്കുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ കേസിൽ ഇതിനെ പറ്റിയിട്ട് മാറ്റി വെക്കാനുണ്ടാവില്ല. ഇപ്പം ഈ ചാർജിംഗ് സ്റ്റേഷൻ്റെ കേസിൽ തന്നെ ചില ആൾക്കാർ വരുന്നത് അവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള അറിയില്ല. നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവും. കസ്റ്റമർ കെയറെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, വരുന്ന ക്ലയൻസിനെ ഹാപ്പി ആക്കുന്നത് എങ്ങനെയാണ്. ഈ ഒരു ബിസിനസ്സിലോട് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ടൈമും നമുക്ക് വേണം. വീക്ക്ലി 2 hours. സിംഗിൾ കാർ പാർക്കിംഗ് സാധാരണ സിംഗിൾ കണ്ണാണെങ്കിൽ മിനിമം ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വേണം. ഞാനത് സ്ക്വയർ ഫീറ്റ് വൈസ് പറയുന്നതിനെക്കാട്ടും ഇങ്ങനെ പറയുന്നതിന് ബെറ്റർ. ചാർജറിന്റെ സ്ഥലം നോക്കുകയാണെങ്കിൽ 60 ആണെങ്കിൽ ഒരു ഫ്രിഡ്ജിന്റെ സ്ഥലം അത്ര മതി. പിന്നെ ആക്സസിബിൾ ആയിരിക്കുന്ന ഒരു ഏരിയ ആയിരിക്കണ്ടല്ലേ, നമുക്ക് അതിനനുസരിച്ച് റിട്ടേൺ ഒക്കെ കുറയും. അതെ, ആക്സസിബിൾ ആയിരിക്കണം. ഈ കേസ് നോക്കുകയാണെങ്കിൽ ഹൈവേയിൽ നിന്ന് 100 മീറ്റർ വിട്ടിട്ട് കിടക്കുന്നത്. ഇറ്റ്സ് വെരി ആക്സസിബിൾ. പിന്നെ ഇതിന്റെ കണക്ഷൻ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പൊ 30 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ 30 കിലോ വാട്ട് ലോഡ് മിനിമം നമുക്ക് വേണം. അപ്പൊ നമ്മള് ഇപ്പൊ എന്റെ വീട്ടില് കുറെ സ്ഥലമുണ്ട്, 5-6 കാർ വർക്കുകളുണ്ട്. എനിക്ക് ചാർജിങ് സ്റ്റേഷൻ വെക്കാനാണെങ്കിൽ വേറെ കണക്ഷൻ സെപ്പറേറ്റ് നമ്മൾ എടുക്കണ്ടേ? അതെ, ഇവിടെ വേറെ കണക്ഷൻ സെപ്പറേറ്റ് ആണ്. ഇവിടെ ബാക്കിൽ പാനൽ ബോർഡ് ഉണ്ട്, അവിടെ വേറെ കണക്ഷൻ ആണ്. വീട്ടിലെ കണക്ഷൻ ഒരിക്കലും നമുക്ക് കമേഴ്ഷ്യൽ യൂസിന് വേണ്ടി ചെയ്യാൻ പറ്റില്ല. LT10 പബ്ലിക് EV ചാർജിംഗ് സ്റ്റേഷന്റെ കണക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ഈ ചാർജിംഗ് സ്റ്റേഷൻ റൺ ചെയ്യുന്നത്. വേറെ റിക്വയർമെന്റ്സ് ഇത് മാത്രമേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അതായത് ഒന്ന് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ, കാര്യങ്ങൾ, താല്പര്യം, സമയം, സ്ഥലം, അങ്ങനത്തെ കാര്യങ്ങളല്ലേ. നമുക്ക് ഏകദേശം ഒരു ഇപ്പൊ ഇതൊരു 6 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 6 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും വെച്ചേനെ. അതേപോലെ തന്നെ വേറെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞിട്ട് പല ആൾക്കാരും വിളിക്കാറുണ്ട്. ടൈമും കാര്യങ്ങളും എല്ലാവർക്കും കൺസ്ട്രെയിൻ്റ് ആണ്. അപ്പം ഞാൻ ആദ്യം തന്നെ എന്നെ വിളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു കൺസൾട്ടേഷൻ കോൾ ഷെഡ്യൂൾ ചെയ്യാൻ പറയാറാണ്. അതിനുശേഷം ഒരു ലിസ്റ്റ് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. അത് ഫില്ല് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പ്രോപ്പർ കോളോട് ഇരിക്കാം. കാരണം ഒരുപാട് പേര് വിളിച്ചിട്ട് ലാസ്റ്റ് പിന്നെ അത് മാത്രമല്ല, വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്നുള്ള സൊല്യൂഷൻ ഇതിൽ വർക്ക് ആവില്ല. ഇപ്പം ഇവിടുന്ന് ചിലപ്പോൾ 200 മീറ്റർ മാറിക്കഴിഞ്ഞാൽ ചാർജിംഗ് സ്റ്റേഷന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിൽ 1 ലക്ഷം രൂപയുടെ വ്യത്യാസം വരെ വരും. അപ്പം ഓരോ പ്രോപ്പർട്ടിയും ഓരോ ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ കൺസൾട്ടിംഗ് മോഡലിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചില കേസിൽ NRI ക്ലയൻസ് ആയിരിക്കും. അപ്പം നമ്മൾ കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യും ഇലക്ട്രിക്കൽ കോൺട്രാക്ടറിന് വേണ്ടിയിട്ട്, മെയിൻ്റനൻസ് കാര്യങ്ങൾ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ കേസിൽ 3 പേര് NRI ക്ലയൻസ് ആണ്. അവർ സിംഗപ്പൂരിലും ഖത്തറിലൊക്കെ ഇരുന്നിട്ട് ലാപ്ടോപ്പിലാണ് നോക്കുന്ന ചാർജിംഗ് സ്റ്റേഷന്റെ കാര്യങ്ങൾ. ഇവിടെ നോക്കാൻ വേണ്ടി ഇലക്ട്രിക്കൽ ടീമിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൺ റീറ്റെയിനർ. അങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഏകദേശം വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു നമ്മുടെ ചാനലിൽ വന്നതിനും നമുക്ക് ഈ ചാർജിങ് സ്റ്റേഷൻ്റെ വീഡിയോ ചെയ്യാനുള്ള സകല അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ. അപ്പോൾ സുഫിയാനോട് പറഞ്ഞ പോലെ തന്നെ ഇനി ഒരുപാട് ചാർജിങ് സ്റ്റേഷനുകൾ സെറ്റപ്പ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സാധാരണക്കാർക്കാണെങ്കിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ EV ചാർജിങ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ചെയ്യാൻ പറ്റണം. നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പൈസയാണ്, അല്ലാതെ ആരും വീട്ടിൽ പോയി കുലുക്കി എടുക്കുന്നില്ല. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 30 കിലോവാട്ട് ചാർജിങ് സ്റ്റേഷൻ വെക്കാൻ 15-12 ലക്ഷമൊക്കെ മുടക്കാനായിട്ട് എല്ലാവരും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വാളിറ്റിയിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല സപ്പോർട്ടുള്ള ചാർജിങ് സ്റ്റേഷൻ, അതാണ് ഇവിടെ ഇപ്പോൾ ഈ ഗോവിന്ദിൻ്റെ എന്താ പറയുക മേൽനോട്ടത്തിൽ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ വെക്കാൻ താല്പര്യമുള്ളവർക്ക് വരുന്നത്. ഇപ്പോൾ ഗോവിന്ദ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയെങ്കിലും ഇടാനുള്ളൊരു സ്ഥലം, പ്ലസ് ചാർജിങ് സ്റ്റേഷൻ, ഒരു ഫ്രിഡ്ജിൻ്റെ ഏരിയ വേണം. നമുക്ക് ആവശ്യത്തിനുള്ള ലോഡ് കാര്യങ്ങൾ, പിന്നെ ഫീസിബിലിറ്റി, അതെല്ലാം അവരെ സൈഡിൽ നിന്ന് ചെക്ക് ചെയ്തോളും. പിന്നെ കുറച്ച് പാഷനും വേണം. ഈ പറയുന്ന പോലെ ഇത് വെറുതെ ഉണ്ടാക്കിയിട്ടാൽ പോരാ, വീക്കിലി ഒരു 2 hours എങ്കിലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചുരുങ്ങിയ ചിലവിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മുടെ വീടോ ഷോപ്പിനോടൊക്കെ ചേർന്നിട്ടാണെങ്കിൽ നമുക്ക് വേറെ ചിലവുകൾ വരുന്നില്ല. സബ്സിഡി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6-10 എന്നൊക്കെ ഈ ചാർജിങ് സ്റ്റേഷൻ സെറ്റാക്കിയിട്ടുണ്ട്. ചുരുങ്ങിയതൊരു 4-5 കൊല്ലം കൊണ്ട് തന്നെ നമുക്കൊരു ആവറേജ് കൺസംഷൻ ആണെങ്കിൽ പോലും റിട്ടേൺ ടു
റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടും. അതല്ല നല്ല കണ്ണായ ഏരിയയിൽ ഇരിക്കുന്നതാണ്, സപ്പോസ് ഇൻഫോ പാർക്ക് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് എന്ന് വിചാരിക്കുക. ഒരുപാട് വണ്ടികൾ വന്ന സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് 2-3 കൊല്ലം കൊണ്ട് തന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് ബ്രാൻഡുകളെ അപ്രോച്ച് ചെയ്യാം, ഗോവിന്ദിനെ അപ്രോച്ച് ചെയ്യാം, ആരെ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. അതിലൊന്നും നമുക്ക് യാതൊരു എന്താ പറയുക ഒബ്ജക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഗോവിന്ദ് വഴി തന്നെ ചെയ്യണം എന്നൊന്നും നമുക്കില്ല. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. 12-13 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ പൈസ വെറുതെ കൊണ്ടുപോയി കളയുന്നതിന് പകരം അതിൻ്റെ പകുതി വിലക്ക് നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ചാർജിങ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് ഗോവിന്ദിൻ്റെ പ്രഭ EV എന്ന് പറയുന്ന അവരുടെ ബ്രാൻഡിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടെല്ലാം അവർ തന്നെ എന്തായാലും ഉറപ്പ് വരുത്തും. ഇത്രയൊക്കെ ഇന്ന് എനിക്ക് പറയാനുള്ളൂ. പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.